മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടതാണല്ലോ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന കറികളും. മാങ്ങ കൊണ്ടുള്ള അച്ചാറുകളുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ എന്തായാലും ഒരു കടുമാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയെ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് അച്ചാറും ഇടാം. കടുമാങ്ങാക്കറിയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. ഒരു മാങ്ങ അത് വലിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാൻ. എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി മധുരമേ വേണ്ടെങ്കിലും അത് ഓപ്ഷണലാണ്, മധുരം ഒഴിവാക്കാം. എനിക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടോ അല്ലെങ്കിൽ ശർക്കര ഇട്ടോ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതിനാണ് കൂടുതൽ രുചി. ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം കൂടെ ഒഴിച്ച് ഗ്യാസിലിട്ട് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മതിയായിരിക്കും ഇത് വെന്ത് വരാൻ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു പാൻ എടുത്ത് ഗ്യാസിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇട്ടിരിക്കുന്ന ഈ മസാല മുഴുവൻ കരിഞ്ഞു പോവും. ഈ മസാല ഒന്ന് മൂക്കട്ടെ. മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഈ കറി നല്ലതുപോലെ ഇരുന്ന് വറ്റി പാകമാകണം. പെട്ടെന്ന് തന്നെ പാകമാവും. മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള ചാറ് വറ്റി കുറുകിക്കോളും. പാകത്തിന് ഉപ്പും കൂടെ നോക്കി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള കടുമാങ്ങ കറിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ നിന്നൊന്നുമല്ല, നമ്മൾ വെറുതെ ആയാലും ഇത് തിന്ന് തീർത്തു പോവും. അത്ര രുചിയുള്ള ഒരു കറിയാണ്. കറി ഇപ്പോൾ ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.